ഹസ്ബൻഡ് രാവിലെ ഡ്യൂട്ടിക്ക് പോയി. പിന്നെ ഞാൻ കിടന്നുറങ്ങി. ഒന്നും കഴിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് കേട്ടോ. ഒട്ടും വയ്യ, പനി പിടിച്ചു. ഞായറാഴ്ച വൈകിട്ട് തുടങ്ങിയതാണ്. 2 ദിവസമായിട്ടും കുറഞ്ഞില്ല. ഞാനാണെങ്കിൽ ഓഫീസിൽ ലീവ് പറഞ്ഞായിരുന്നു. തലവേദനയും പനിയും ചുമയും എല്ലാം ഉണ്ട്. ഹോസ്പിറ്റലിൽ പോയില്ല. കുറയുന്നു നോക്കട്ടെ, എന്നിട്ട് പോകാം. ഇൻഷുറൻസൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഒട്ടും വൈകി മാത്രമേ ഹോസ്പിറ്റലിൽ പോകാറുള്ളൂ. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രാവശ്യം എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വന്നപ്പോഴത്തേക്കും കാണിച്ചപ്പോൾ അത് ക്ലിയർ ആയില്ല. കുറേ പ്രാവശ്യം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. അങ്ങനെയാണ് പിന്നെ ഓക്കെ ആയത്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മളെ തന്നെ കെയർ ചെയ്യണം. അമ്മയൊന്നും ഇല്ലല്ലോ. നാട്ടിലാണെങ്കിൽ ചൂട് വെള്ളം ഇട്ട് തരാനോ അല്ലെങ്കിൽ കട്ടൻ കാപ്പി ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് തരാൻ അമ്മയുണ്ട്. ഇവിടെ പിന്നെ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. ഇതാണ് മക്കളെ പ്രവാസ ജീവിതം. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് ഫുഡ് കഴിക്കുകയാണ്. ചോറും പൊരിച്ചമീനും രസവും ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ സ്വെറ്റർ ഇട്ടിരിക്കുന്നത് AC ടെമ്പറേച്ചർ ഹൈ ആണ്. ഇവിടെ ചൂട് നല്ല കൂടുതലാണ്, 40 ഡിഗ്രിയൊക്കെ ആയി. അപ്പോൾ റൂം ടെമ്പറേച്ചർ ഹൈ ആയിട്ട് വയ്ക്കും. AC കൺട്രോളിങ് നമ്മൾ തന്നെയാണ്, നമ്മുടെ റൂമിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് അപ്പുറത്തെ റൂമുകാർ കംപ്ലൈൻറ്റ് പറയും കൂട്ടിയിടാൻ. കാരണം പുറത്ത് നല്ല ചൂടായത് കൊണ്ടേ. എന്നാലും വയ്യാന്ന് പറയുമ്പോൾ ഒരു കൺസിഡറേഷൻ, കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. എന്നാലും തീരെ കുറയ്ക്കാൻ പാടില്ല. പക്ഷേ എനിക്ക് നല്ല കുളിർമ തോന്നുകൊണ്ടാണ് ഞാൻ സ്വെറ്റർ ഇട്ടത്. പിന്നെ ബാൽക്കണി ഉള്ളത് കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോയി ഇങ്ങനെ നിന്നിട്ട് ചൂട് കൊള്ളാം. ഇന്നലെ തുണി അലക്കിയിട്ടായിരുന്നു, അപ്പോൾ അത് ഉണങ്ങി കിട്ടി. അങ്ങനെ അതൊക്കെ മടക്കി വയ്ക്കുകയാണ് കേട്ടോ. മടക്കി വെച്ചിട്ട് ഞാൻ നല്ലപോലെ കിടന്നുറങ്ങി. അപ്പോഴത്തേക്കും പിന്നെ ഹസ്ബൻഡ് വന്നു. പിന്നെ നേരെ കിച്ചണിലോട്ട് കയറി. ഒന്ന് കുഴപ്പമില്ല, ഒന്ന് ഓക്കെ ആയി. കുറവുള്ളതുകൊണ്ട് വിചാരിച്ചു പിന്നെ ഓഫീസിൽ നാളെ പോവാമെന്ന്. അങ്ങനെ ഫുഡ് വെക്കണമല്ലോ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് പരിപ്പ് മുരിങ്ങയില കറിയാണ് കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വയ്ക്കുന്നതാണ്. പിന്നെ ഗോതമ്പ് ദോശയും അത് കഴിഞ്ഞിട്ട് ബിണ്ടി എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക. ഓക്കെ, അതും കോവയ്ക്ക മെഴുക്ക് വരട്ടാന്ന് വിചാരിച്ചു. ചോറ് ഓൾറെഡി കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്നും ആവുകയാണെങ്കിൽ ഞാൻ തന്നെ കുക്കിംഗ് എല്ലാം ചെയ്യും, ഹസ്ബൻഡിനെ വിളിക്കത്തില്ല. ഇപ്പോൾ ഒന്ന് കുറച്ച് ബെറ്റർ ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ കിച്ചണിൽ കയറിയത്. ഒട്ടും വയ്യെങ്കിൽ ഞാൻ ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടി ദോശ ചുടുവാണ്. പിന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടണം, ബിണ്ടി മെഴുക്ക് വരട്ടണം. അത് കഴിഞ്ഞിട്ട് പരിപ്പ് മുരിങ്ങയില കറി. അപ്പം ആദ്യം തന്നെ ഞാൻ കുക്കറിൽ പരിപ്പ് വേവാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 4-5 വിസിൽ കേട്ടിട്ട് അതൊന്ന് മാറ്റി വെച്ചു. കുക്കിംഗ് ഒക്കെ പഠിച്ചത് ഞാൻ മിക്കതും യൂട്യൂബ് നോക്കിയാണ്. പിന്നെ അമ്മ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണമെന്നൊക്കെ. അറിഞ്ഞൂടാത്തതൊക്കെ ഞാൻ വിളിച്ച് ചോദിക്കുമായിരുന്നു. പിന്നെ ഹസ്ബൻഡും ഉണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെയാണ് പഠിച്ചത്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വയ്ക്കും. ദോശ ഒരു സൈഡിൽ കൂടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ബിണ്ടി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ പാൻ അടുപ്പത്തിൽ വെച്ചിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് ഹെൽത്തിന് കുറച്ച് നല്ലതല്ലേ. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ചൊന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത് ബ്രൗൺ കളർ ആയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബിണ്ടിയും പിന്നെ കോവയ്ക്കും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ നമുക്ക് വരട്ടിയെടുക്കാം. ഇവിടെ ഒലീവ് ഓയിൽ ഇച്ചിരി റേറ്റ് കൂടുതലാണ്. പക്ഷേ ഹെൽത്തിന് നല്ലതായത് കൊണ്ടാണ് നമ്മൾ അത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കറി സെറ്റായിട്ടുണ്ട്. അടുത്ത ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില പരിപ്പ് കറിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. നമ്മൾ മേടിച്ചതാണ് കേട്ടോ, 1 ദിർഹം കൊടുത്തിട്ട്. നാട്ടിലാണെങ്കിൽ ഫ്രീക്ക് കിട്ടിയാൽ നമ്മളത് കൂട്ടത്തില്ല, എടുത്തങ്ങ് കളയും. അങ്ങനെ മുരിങ്ങയില കഴുകിയിട്ട് മാറ്റി വെച്ച് അത് കഴിഞ്ഞിട്ട് തേങ്ങ ഒന്ന് ജസ്റ്റ് മിക്സിയിൽ അരച്ചെടുക്കണം. തേങ്ങ ആദ്യമൊക്കെ നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ട് മേടിക്കാൻ കിട്ടുമായിരുന്നു, അതാണ് യൂസ് ചെയ്തത്. പിന്നെ ആദ്യം 1 ദിർഹമായിരുന്നു, പിന്നെ 3 ദിർഹമായി, ഇപ്പം 4 ദിർഹമായി. പിന്നെ അത് വേസ്റ്റ് ഓഫ് മണിയാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ കോക്കനട്ട് പൗഡർ കിട്ടും, അത് തന്നെ നമ്മൾ മേടിച്ചാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ മിക്സിയിലെ ജാറിൽ കുറച്ച് കോക്കനട്ട് പൗഡറും
പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെക്കണം. പിന്നെ പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിൻ്റെ അകത്ത് കടുക് ഇടണം. അത് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ജീരകം, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് വശക്കി കൊടുക്കണം, ബ്രൗൺ കളർ ആയത് വരണവരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ച മുരിങ്ങയിലയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വശക്കി എടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചില്ലേ പരിപ്പ്, അതും കൂടെ തട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ജാറിൽ അരച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ദോശയും പരിപ്പ് കറിയും കൂടെയാണ് കഴിക്കുന്നത്. പക്ഷേ ചപ്പാത്തിയുടെ ആയിരിക്കും കിടിലൻ ടേസ്റ്റ്. ചപ്പാത്തി നിന്ന് പരത്താൻ വയ്യ ഗായ്സ്, അതാണ് ചപ്പാത്തി ഉണ്ടാക്കാത്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നേരെ കിടന്നുറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ ഓൾ.